ചേട്ടാ, കേരളമേറെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു പെരിന്തൽമണ്ണ സ്വദേശിനി ദൃശ്യയുടെ കൊലപാതകം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മാനസിക വെല്ലുവിളികൾ പ്രകടിപ്പിച്ചതിനാൽ കുതിരവട്ടത്തേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് പ്രതി 2022 ആദ്യം ഒന്ന് ജയിൽ ചാടി. പിന്നീട് പോലീസ് അയാളെ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇടുകയും ചെയ്തു. പിന്നീട് ഈ 2025 ലാസ്റ്റ് മാസത്തിൽ ഈ പ്രതി പിന്നീടും ജയിൽ ചാടി. കുറച്ച് നാളത്തെ തിരിച്ചിലിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പിടികൂടാനായത്. എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? 2025 ഡിസംബർ മാസം 28 കോഴിക്കോട് ജില്ലയിലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ശുചിമുറിയുടെ ചുമര് തുറന്നാണ് വിനീഷ് എന്ന് പറയുന്ന മഞ്ചേരി നർഗര സ്വദേശിയായിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തടവ് ചാടിയത്. ഇയാൾ പോയത് എങ്ങോട്ടാണെന്നുള്ള ചോദ്യത്തിന് പിന്നാലെയായിരുന്നു കേരള പോലീസ് ഈ കഴിഞ്ഞ 3 മാസം. ഒരു തടവ് പുള്ളി ജയിലിൽ ചാടുമ്പോൾ അത് പോലീസിൻ്റെ സുരക്ഷാ വീഴ്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അടക്കമുള്ള ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേരിട്ടതിന് ശേഷം ഇയാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് കേരള പോലീസിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. കാരണം ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്രൈമാണ്. 2021 ജൂൺ മാസം 17 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള എലംകുളത്ത് ദൃശ്യ എന്ന് പറയുന്ന 20 വയസ്സുകാരി. ഈ പെൺകുട്ടി ഒരു നിയമ വിദ്യാർത്ഥിനിയാണ്. ഈ പെൺകുട്ടിയോട് ഒപ്പം +2 പഠിച്ച ഒരാളാണ് മഞ്ചേരി നർഗര സ്വദേശിയായിട്ടുള്ള ഈ വിനീഷ്. അങ്ങനെ ആ കാലത്ത് തന്നെ ഇയാൾ ഈ പെൺകുട്ടിയുടെ പിറകെ നടന്ന് വിവാഹാഭ്യർത്ഥന, പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അങ്ങനെ പലതരത്തിൽ ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്ന പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഇയാളെ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ദൃശ്യ തൻ്റെ കുടുംബത്തോട് ഇയാളുടെ ശല്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. അങ്ങനെ ഈ സംഭവം നടക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിനീഷിനെയും ഈ കുടുംബത്തെയും വിളിച്ചു വരുത്തി ഇനി ദൃശ്യയുടെ പിന്നാലെ നടക്കരുതെന്നുള്ളൊരു താക്കീത് കൊടുത്താണ് പോലീസ് ഇയാളെ വിട്ടയക്കുന്നത്. അതിനുശേഷം ഇയാളുടെ മനസ്സിലൊരു പക വളർന്നു. തന്നെ അവഗണിക്കാൻ തയ്യാറായ ദൃശ്യ ഇനി ഭൂമിയിൽ വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. ഇത് പ്രകാരം കൃത്യമായിട്ടൊരു ആസൂത്രണം, ഒരു കൊലപാതകം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ ആസൂത്രണം, ഇയാളുടെ ഒരു കുബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. അതുപ്രകാരം 2021 ജൂൺ മാസം 16 ഈ ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രനെ ഈ പെരിന്തൽമണ്ണയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു കളിപ്പാട്ടക്കടയുണ്ട്, CK സ്റ്റോഴ്സ് എന്തോ മറ്റുമാണ് അതിൻ്റെ പേര്. ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് എത്തുന്ന ഇയാൾ ഈ ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രൻ്റെ കടയുടെ പിറകിലെ ഈ ഫയർ എക്സോസ്റ്റ് ഇരിക്കുന്ന ഭാഗത്ത് കൂടി കയറുന്നു. ഈ കടയ്ക്കുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുന്നു. ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ദൃശ്യയുടെ വീട്ടിൽ നിന്ന് ഈ ബാലചന്ദ്രനെയും ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും ഈ പെരിന്തൽമണ്ണയിലേക്ക് വരുത്തുക. ആ സമയത്ത് ആളില്ലാത്ത വീട്ടിൽ കയറി തൻ്റെ പ്ലാൻ നടപ്പിലാക്കുക എന്നായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതുപ്രകാരം ഇയാൾ ഈ കടയ്ക്ക് തീയിടുന്നു. അത് വളരെ വലിയ നാശനഷ്ടമുണ്ടായി. കാരണം അതൊരു കോംപ്ലക്സിനുള്ളിലെ, ഒരു വ്യാപാര സമുച്ചയത്തിനുള്ളിലെ ഒരു കടയാണ്. ഇതിന് ചുറ്റുപാടും ഒരുപാട് കടകളുണ്ട്. ഈ കടകളിൽ ഒരുപാട് തൊഴിലാളികളൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ ഇയാളുടെ മനസ്സിലെ പക എന്ന് പറയുന്നത് പരിധികളില്ലാത്തതായിരുന്നു. കാരണം ആ ഒരു അന്ധമായ പ്രണയം കൊണ്ട് ഇയാൾ ഈ പെൺകുട്ടിയെ എങ്ങനെയും വകവരുത്തണം എന്നൊരു ലക്ഷ്യത്തോടെ ഇയാൾ തൻ്റെ മുന്നിലെ ഈ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കി. അങ്ങനെ ഈ കടയ്ക്ക് തീയിട്ട് ഈ ബാലചന്ദ്രനെയും ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും ഒക്കെ പെരിന്തൽമണ്ണയിലേക്ക് ഇയാൾ എത്തിച്ചു, ഇയാളുടെ ബുദ്ധി എത്തിച്ചു. അങ്ങനെ അന്നേ ദിവസം 17 രാത്രിയോടെ തന്നെ ഈ ദൃശ്യയുടെ പെരിന്തൽമണ്ണ എലംകുളത്തെ വീട്ടിലേക്ക് എത്തുന്ന ഇയാൾ അടുക്കളവാതിൽ തകർത്ത് അകത്തേക്ക് കയറുന്ന ഇയാൾ അടുക്കളയിൽ നിന്നൊരു കത്തി കൂടി, സ്റ്റീൽ കത്തി തരപ്പെടുത്തി നേരെ ഇയാൾ ദൃശ്യ കിടന്നുറങ്ങുകയായിരുന്ന മുകളിലെ നിലയിലേക്ക് എത്തുമ്പോൾ ദൃശ്യ കിടന്നുറങ്ങുകയാണ്. ദൃശ്യയുടെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇയാൾ ദൃശ്യയുടെ നെഞ്ചിലടക്കം 22 കുത്തുകൾ, ആഴത്തിലുള്ള 22 കുത്തുകളാണ് ഈ പെൺകുട്ടിയുടെ മരണകാരണമായത്. ഈ സമയത്ത് ഈ ദൃശ്യയുടെ നിലവിളി കേട്ട് ദൃശ്യയുടെ സഹോദരിയായിട്ടുള്ള ദിവ്യശ്രീ, ഈ ഒരു പെൺകുട്ടി ഏകദേശം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയമാണ്, 13 വയസ്സുകാരിയാണ്. അപ്പോൾ ഈ ഒരു ചേച്ചിയെ ഇങ്ങനെ ഒരാൾ ആക്രമിക്കുന്നതുകൊണ്ട് ഈ പെൺകുട്ടി ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. ദേവശ്രീ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഈ ദേവശ്രീയെയും ഇയാൾ ആക്രമിക്കുന്നു. ഈ പെൺകുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റത്. അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇയാൾ, ചോരയാണ് ഇയാളുടെ ദേഹത്ത് മൊത്തമുള്ളത്. ഒരു കൊലപാതകത്തിന് ശേഷമാണ് വരുന്നത്. അങ്ങനെ ഇയാൾ പുറത്ത് നിന്ന് ഒരു ഓട്ടോ വിളിക്കുന്നു. തനിക്കൊരു അപകടത്തിൽ ഒരു പരിക്ക് പറ്റി, തന്നെ പെരിന്തൽമണ്ണയിൽ അത്യാവശ്യമായിട്ട് എത്തിക്കണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. ജൗഹർ എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരനാണ് ഇയാളെ ഓട്ടോയിൽ കയറ്റുന്നത്. അപ്പോൾ തന്നെ ഇയാളുടെ ശരീരഭാഷയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഈ ഓട്ടോക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനിടെ ഈ പെരിന്തൽമണ്ണ ലക്ഷ്യമാക്കി ഓട്ടോ പോകുന്നു. ഇതിനിടെ ജൗഹറിൻ്റെ ഫോണിലേക്ക് മറ്റൊരു പ്രദേശവാസി, അതിനിടെ തന്നെ ഈ ദൃശ്യയെ ആക്രമിച്ച പ്രതി ഇങ്ങനൊരു ഓട്ടോയിൽ കയറിയാണ് രക്ഷപ്പെട്ടതെന്ന് സമീപവാസികളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ
ഈ പ്രദേശത്ത് ഈ പ്രദേശത്തെ ഓട്ടോക്കാരുടെ ഫോണിലേക്കൊക്കെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ജൗഹറിൻ്റെ ഫോണിലേക്കും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിളിക്കുന്നു. ഇത് പ്രകാരം ഇങ്ങനെ ഒരു അക്രമി ഈ ഓട്ടോയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഓട്ടോയിലുള്ള ആളാണോ അതെന്ന് സംശയിക്കുന്നു എന്ന് ഇയാളോട് പറയുന്നു. ഇയാൾ നേരെ ബുദ്ധിപരമായിട്ട് ഈ വിനീഷുമായിട്ട് നേരെ പോകുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്കാണ്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഉടനെ ഇയാൾ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, ഇയാളെ പിടിച്ചോളാൻ ഈ ജൗഹർ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഇയാളെ വലിച്ചിട്ട് ഗ്രില്ലിട്ടടയ്ക്കുന്നു. ഇതായിരുന്നു ഇയാൾ പിടിയിലാകാനിടയായ സാഹചര്യം. ഇനി ഇതിന് ശേഷം ഇയാൾ പലതവണ, ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് അല്പസ്വല്പം ഒരു കൊലയാളിക്ക് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിരവധി പഴുതുകൾ സ്വയം സൃഷ്ടിക്കാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിനീഷ് എന്ന് പറയുന്ന ഈ ഒരു 26 വയസ്സുകാരൻ. ഇയാൾ ചെയ്തു വെച്ചത് ക്രൈം എന്ന് പറയുന്നത് അതീവ ബുദ്ധിപരമായിട്ട് പിതാവിനെ സ്വന്തം കടയ്ക്ക് തീയിട്ട് അങ്ങോട്ടേക്ക് മാറ്റുന്നു. അതിനുശേഷം വീട്ടിൽ അതിക്രമിച്ച് കയറി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പോലീസ് പിടിയിലായി ജയിലിലേക്കാകുന്ന ഇയാൾ ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് വിചാരണ തടവിനായിട്ട് ഇയാളെ മാറ്റുന്നത്. ഇയാൾ ചെയ്തു വെച്ചത് വിചാരണ തടവിനിടെ ഇയാൾ സെല്ലിലിരുന്ന കൊതുക് തിരിയെടുത്ത് കഴിച്ചു. കൊതുക് തിരി എന്ന് പറയുന്നത് നിരവധി രാസവസ്തുക്കളൊക്കെ അടങ്ങിയതാണ്. അങ്ങനെ ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുന്നു. ആശുപത്രിയിലായതിനു ശേഷം തിരിച്ചു വന്ന് നേരെ സെല്ലിലേക്കാണ്. അവിടെ വെച്ച് ഇയാൾ മാനസിക അസ്വസ്ഥം പ്രകടിപ്പിക്കുന്നു. ഈ പല വലിയ കുറ്റങ്ങളും ചെയ്ത ആളുകൾ ഈ രക്ഷപ്പെടാൻ വേണ്ടി, ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അടവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം. കാരണം മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളെ ശിക്ഷിക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇയാൾ നിരവധി തവണ ഈ സെല്ലിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. താൻ ഒരു മാനസിക രോഗിയാണെന്ന് ഇയാൾ തന്നെ അവിടുത്തെ ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പിന്നീട് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. 2022 ഇയാളെ കുതിരവട്ടത്തേക്ക് കൊണ്ടുവരുന്നത്. കുതിരവട്ടത്തേക്ക് കൊണ്ടുവരുന്ന വേളയിൽ തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യ ശ്രമം നടക്കുന്നു. അതിനുശേഷം 2022 തന്നെ അവസാന മാസത്തിൽ എന്തുവാണ് ഇയാൾ അവിടെ നിന്ന് കയ്യിൽ കരുതിയ ഒരു ഗ്ലാസ് പുറത്തുനിന്ന് തരപ്പെടുത്തിയ ഒരു ഇരുമ്പ് കമ്പിയുടെ ഒരു ഭാഗം കൊണ്ട് ഇയാൾ ഈ സെല്ലിൻ്റെ ചുമർ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിനുശേഷം ഇയാളെ കാണാതാകുന്നു. പോലീസ് അന്വേഷണം നടക്കുന്നു. ഇയാളെ പിന്നീട് കണ്ടുകിട്ടുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നാണ്. ഏതാനും നാളുകൾക്ക് ശേഷമാണ് ഇയാളെ പിന്നീട് പിടികൂടാൻ കേരള പോലീസിന് സാധിക്കുന്നത്. അതിനുശേഷം 2022 ശേഷവും ഇയാളെ വീണ്ടും ജയിലിലേക്ക് മാറ്റുന്നു. ജയിലിനുള്ളിൽ വീണ്ടും മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വീണ്ടും കുതിരവട്ടത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് സംഭവം നടക്കുന്നത് ഡിസംബറിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇയാളെ വീണ്ടും കുതിരവട്ടത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കുതിരവട്ടത്തേക്ക് എത്തിക്കുന്ന ഇയാൾ വീണ്ടും അടുത്ത തടവ് ചാട്ടത്തിനുള്ള പദ്ധതികൾ ഈ സെല്ലിനുള്ളിൽ തന്നെ ഇട്ടു. അതുപ്രകാരം ഈ സെല്ലിനുള്ളിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഓരോ മണിക്കൂറും സുരക്ഷാ ഉദ്യോഗസ്ഥർ സെല്ലിനുള്ളിലേക്ക് പരിശോധനയ്ക്കായി എത്തും. ഈ സമയത്ത് സെല്ലിനുള്ളിൽ ആളുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ 10 മണിക്ക് അന്നേ ദിവസം 2025 ഡിസംബർ മാസം 28 10 മണിക്ക് സെല്ലിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെയുള്ള പരിശോധന 1 മണിക്കൂർ കഴിഞ്ഞ് 11 മണിക്കാണ്. 11 മണിക്ക് എത്തുമ്പോൾ ഇയാളെ കാണുന്നില്ല. ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പ്രയോഗിച്ചൊരു മാർഗം, ഇയാൾ കയ്യിൽ വെള്ളം കുടിക്കാൻ കൊടുത്ത ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ശുചിമുറിയുടെ പൊക്കത്തായിട്ടൊരു ദ്വാരമിട്ട്, ഭിത്തി തുരന്ന് ഒരു ദ്വാരമിട്ട് അതിലൂടെ രക്ഷപ്പെടുന്നു. ഈ ഭാഗത്ത് CCTVകൾ ഇല്ലാതിരുന്നത് പോലീസിൻ്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. അങ്ങനെ ഇയാൾ എങ്ങോട്ട് പോയി, ഈ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലൊന്നും ഇയാളെക്കുറിച്ചുള്ള യാതൊരു തുമ്പും കേരള പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ജീവന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് പരാതിപ്പെട്ടത് ദൃശ്യയുടെ കുടുംബമാണ്. ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രൻ എനിക്ക് തോന്നുന്നു 2025 നവംബർ 18 ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം നിത്യരോഗിയായിട്ട് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇയാളുടെ ഭാഗത്ത് നിന്ന് തടവ് ചാടുന്ന ഇയാൾ തന്നെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ വരുമെന്ന ഭീതിയിലായിരുന്നു ദൃശ്യയുടെ മാതാവും അതുപോലെ തന്നെ ആ സഹോദരിയും അടക്കം ജീവിച്ചു വന്നിരുന്നത്. നിരന്തരം ഇയാൾ തടവ് ചാടുന്നു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലീസിന് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവരും ഈ ഒരു 3 മാസക്കാലം ഭീതിയുടെ മുൾമുനയിലായിരുന്നു. അങ്ങനെ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുമ്പോഴും ഇയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇയാളിലേക്ക് എത്താനുള്ള യാതൊരു വഴിയും ഇയാൾ അവശേഷിപ്പിച്ചിരുന്നില്ല. അങ്ങനെ യാദൃച്ഛികമായിട്ട് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഇയാളുടെ ബന്ധുവിനെ മുംബൈയിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു. മുംബൈയിൽ നിന്നാണെന്നറിയില്ല, ഒരു ഫോൺ കോൾ ഇയാളുടെ ബന്ധുവിൻ്റെ ഫോണിലേക്ക് വരുന്നു. അത് കേരള പോലീസ് അറിയുന്നു. കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ടവർ ലൊക്കേഷനൊക്കെ ശേഖരിക്കുന്നു. അങ്ങനെ ടവർ ലൊക്കേഷൻ എടുക്കുമ്പോൾ ഇയാളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് മുംബൈയിലാണ്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സംഘം ഈ വിനീഷിനെ തേടി മുംബൈയിലേക്ക്, ഇയാൾ മുംബൈയിലുണ്ട് എന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
ഈ പോലീസ് സംഘം നേരെ മുംബൈയിലേക്ക് പോകുന്നു. അങ്ങനെ മുംബൈയിൽ തിരച്ചിൽ നടക്കുന്നു. യാതൊരു സൂചനയും ഇയാളിലേക്ക് എത്താനുള്ള സാധ്യതകളൊന്നുമില്ല. അങ്ങനെ 4 ഭാഷയിൽ ലുക്കൗട്ട് നോട്ടീസ് അടിച്ച് പല സംസ്ഥാനങ്ങളിലായിട്ട് കേരള പോലീസ് പുറത്തിറക്കുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ ശനിയാഴ്ച 2026 ഏപ്രിൽ മാസം 11-ാം തീയതി ശനിയാഴ്ച ഈ മുംബൈയിലെ CST ഛത്രപതി ശിവജി ടെർമിനലിലുള്ള ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ പോലീസ് ഇങ്ങനെ ഒരാളെ ട്രേസ് ചെയ്തതായിട്ട് കേരള പോലീസിന് വിവരം കൊടുക്കുന്നു. അങ്ങനെ ഇയാളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പോലീസ് പിടിയിലാകുമ്പോൾ ചെയ്തിരുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഇയാൾ അവിടെ മത്സ്യത്തൊഴിലാളിയായിട്ടും ആക്രി പെറുക്കുന്ന ആളുമായിട്ടൊക്കെ ജോലി ചെയ്യുകയായിരുന്നു. ഇയാൾ സ്വന്തം പേരടക്കം മാറ്റി കെ കെ മൈക്കിൾ അങ്ങനെ എന്തോ പേര് മാറ്റിയതിന് ശേഷം വിനീഷ് എന്ന പേര് ഉപേക്ഷിച്ച് അവിടെ പല വിധത്തിലുള്ള ജോലികൾ ചെയ്ത് കഴിയുകയായിരുന്നു കഴിഞ്ഞ 3 മാസം. റെയിൽവേ പോലീസാണ് ഇയാളെ പിടികൂടിയത്. പിന്നീട് കേരള പോലീസിനെ ഏൽപ്പിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ ജോലി ചെയ്ത് പണം സമ്പാദിച്ചതിന് ശേഷം വിദേശത്തേക്ക് കടക്കാനായിരുന്നു വിനീഷിൻ്റെ പദ്ധതി എന്നാണ് അറിയുന്നത്. എന്തായാലും ഇയാളുമായിട്ട് മിനിഞ്ഞാന്ന് ഇന്നലെയാണെന്ന് തോന്നുന്നു കേരള പോലീസ് ദുരന്തോ എക്സ്പ്രസ്സിലാണ് ട്രെയിൻ മാർഗ്ഗമാണ് വിനീഷിനെ കേരളത്തിലേക്ക് എത്തിച്ചത്. കേരളത്തിലേക്ക് എത്തിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലും ഇയാളുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ യാതൊരു നിയമത്തിനും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് ഈ വിനീഷിന് നേർക്ക് ക്യാമറയുമായി എത്തുമ്പോഴൊക്കെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ധാർഷ്ട്യം കലർന്ന ഒരു പരിഹാസം കലർന്നൊരു വെല്ലുവിളിയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ വിനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് നിരന്തരം. അതോടൊപ്പം തന്നെ പോലീസുകാർ ആനയിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ ഇവിടെ ജനങ്ങൾക്കൊന്നും സാധിക്കില്ല, താൻ കർശനമായിട്ടുള്ള പോലീസ് സുരക്ഷയിലാണ്, തന്നെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നൊരു അഹങ്കാരം ഇയാൾക്കുണ്ട്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും മാനസികാരോഗ്യം വെല്ലുവിളിയിലാണ് എന്ന പേരിൽ ഇത്തരത്തിൽ ഗുരുതരമായൊരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ കുതിരവട്ടം പോലെ അത്ര കർശനമായ സുരക്ഷയില്ലാത്തൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഏകദേശം 387ഓളം അന്തേവാസികളുള്ള കുതിരവട്ടത്തെ ഏകദേശം 5 പോലീസ് ജീവനക്കാരാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പഴുതാണ്, സുരക്ഷാ വെല്ലുവിളിയാണ്. അങ്ങോട്ടേക്ക് ഇത്ര ക്രൂരമായൊരു കൊലപാതകം ചെയ്തൊരു വ്യക്തി വീണ്ടും വീണ്ടും ഈ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുമ്പോൾ ഇത് മാനസികാസ്വാസ്ഥ്യമല്ല, ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളോട് നമ്മൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല. എന്തായാലും വിനീഷിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വിനീഷിനെ എന്തായാലും ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിലിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇനിയും കുതിരവട്ടത്തേക്ക് ഇയാളുടെ മാനസിക അസ്വാസ്ഥ്യം എന്ന നാടകത്തിൻ്റെ പേരിൽ മാറ്റരുത്. കാരണം ദൃശ്യയ്ക്ക് എന്ന പോലെ, ദൃശ്യയെ കൊലപ്പെടുത്തിയ പോലെ ദൃശ്യയുടെ മാതാവിനും സഹോദരിക്കും ഒക്കെ ഇയാളുടെ ഭാഗത്ത് നിന്ന് വധഭീഷണി നിരന്തരമുണ്ട്. അവരും ജീവനും കയ്യിൽ പിടിച്ചാണ് ജീവിക്കുന്നത്. എന്തായാലും ഇയാളെ ഇനിയും ഇത്തരത്തിലുള്ള സുരക്ഷാ പഴുതുകളിലേക്ക് വിടാൻ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ തയ്യാറാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ശരി.